ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രശ്നക്കാരൻ ഇതാ ഫോർഡ്. ഈ ഒരു സാധനം കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ എന്ന് പറയും. അതായത് ഫോർഡിൻ്റെ വണ്ടികൾക്ക് വരുന്നത് റേഡിയേറ്റർ ഫാൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റർ വരുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തായിരുന്നു, കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്തായാലും വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഓവറേറ്റ് ആവുക. അതായത് ഹീറ്റിൻ്റെ സിമ്പിൾ കാണിക്കുകയാണ്, ഹീറ്റ് ആവണ സിമ്പിൾ കാണിക്കണം. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ വണ്ടി കൊടുത്ത് ചെക്ക് ചെയ്ത് കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കൂളിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുറവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സിയും കാര്യങ്ങളൊക്കെ ഇട്ടെങ്കിൽ എ സിയും വർക്ക് ആവുന്നുണ്ട്, എ സി ഇടുമ്പോൾ ഫാൻ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, എ സി ഇടുമ്പോൾ ഫുൾ ടൈം ഫാൻ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ വണ്ടി ഹീറ്റ് ആവുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ ചെക്ക് നോക്കിയ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ ആക്കി, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൂളിൻ്റെ ടെമ്പറേച്ചർ ആക്കി ഒരു 95 ആ രീതിയിലാക്കി. ടെമ്പറേച്ചർ ആയപ്പോഴും ഫാൻ വർക്ക് ആവുന്നില്ല. അതായത് എ സി ഇടുമ്പോൾ ഫാൻ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ കൂളിൻ്റെ ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാൻ വർക്ക് ആവുന്നില്ല. അതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അതുകൊണ്ടാണ് ഹീറ്റ് ആവണം, കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഹീറ്റ് ആവണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തു, അപ്പോൾ ഫാനിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഫാൻ ഡയറക്റ്റ് ഒക്കെ കൊടുത്ത് നോക്കി ഫാൻ കറങ്ങുന്നുണ്ട്, എ സി ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ഫാൻ കംപ്ലയിൻ്റ് അല്ല, ഫാൻ്റെ കംപ്ലയിൻ്റ് അല്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് റിലേ നോക്കണം. അത് എ സിക്ക് വേറെ റിലേ ഉണ്ടായിരിക്കും, കണ്ടൻസിന് വേറെ റിലേ ഉണ്ടായിരിക്കും, റേഡിയേറ്ററിന് ഫാന് വേറെ റിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ റിലേയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, റിലേയും കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ റിലേയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ സ്വിച്ചാണ്. ടെമ്പറേച്ചറിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഫാൻ വർക്ക് ആവില്ല. അപ്പോൾ അടുത്ത നോക്കേണ്ടത് ആ ടെമ്പറേച്ചറിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ആ സ്വിച്ച് നോക്കിയിട്ടോ, സ്വിച്ച് നോക്കി വേറെ നമ്മൾ സ്വിച്ച് മാറ്റി വെച്ച് നോക്കി, അപ്പോഴും ഫാൻ വർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് അല്ല, റിലേൻ്റെ കംപ്ലയിൻ്റ് അല്ല, ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഫാനിൻ്റെ കംപ്ലയിൻ്റ് അല്ല, ഫാൻ വർക്ക് ആവില്ല. പിന്നെ നോക്കാനുള്ളതാണ് ഈ ഒരു സാധനം, റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിൻ്റെ കപ്ലറിന് ഊരി നോക്കിയപ്പോൾ കപ്ലർ പഴുത്തിരിക്കുന്നുണ്ട്, അതായത് ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഉരുകി പോയതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഫാൻ വർക്കാവത്. ആ കപ്ലർ ഉരുകി പോയിട്ടുണ്ട്. പിന്നെ ഈ റെസിസ്റ്ററും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ, ഇതിപ്പോൾ അതിൻ്റെ പഴയ റെസിസ്റ്ററാണ്. അപ്പോൾ ഈ റെസിസ്റ്ററും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പഴയ കപ്ലറും മാറ്റണം, അത് കട്ട് ചെയ്തിട്ട് വേറെ കപ്ലർ ഉണ്ട്, അതേപോലെ തന്നെ കപ്ലർ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് പുതിയ റെസിസ്റ്ററും കൂടി വെച്ച് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ടെമ്പറേച്ചർ ആക്കി നോക്കിയപ്പോൾ ഫാനും വർക്കായിട്ടോ. അപ്പോൾ ഇതിൻ്റെ റിലേ ടെമ്പറേച്ചർ സ്വിച്ചും കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്ററും കൂടി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ ടെമ്പറേച്ചർ ആവുന്ന അനുസരിച്ചാണ് ഈ ഫാനും വർക്കാവുക. ഇതിലേക്ക് ഒരു എർത്ത് ആവുന്നത്, അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ആ ഫാന് ഹീറ്റ് ആയി കഴിഞ്ഞാലും അതായത് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലും കറങ്ങാത്തത്. എ സി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫുൾ സ്പീഡായിട്ടാണ് കറങ്ങിയത്. എ സി അതിട്ട് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്പീഡിൽ കറങ്ങണം. ഇത് എ സി ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്പീഡിലാണ് കറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തപ്പം അത് നോർമൽ സ്പീഡായി. പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ സ്പീഡ് വേരിയേഷൻ വരുള്ളൂ, ഫാനിൻ്റെ സ്പീഡ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം മാറ്റി, അതിൻ്റെ കപ്ലറും മാറ്റി, അത് മാറ്റിയപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ മറ്റേ വീഡിയോ വീണ്ടും കാണാം.